എൻ്റെ പേര് ഷിനി. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ അവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ്. എനിക്ക് എൻ്റെ മക്കളുടെ 2 വലിയ രോഗസൗഖ്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇത് എൻ്റെ ചെറിയ മോളെ അനറ്റ് എന്നാണ് അവളെ വിളിക്കുന്നത്. അവൾക്ക് 2020 ഫെബ്രുവരി 2-ാം തീയതി അവൾക്കൊരു ചുമ വന്നു. ആ ചുമയോടുകൂടി ഹൈ ടെമ്പറേച്ചർ വന്നു. ആ ടെമ്പറേച്ചർ അത്ര സഹിക്കാൻ വയ്യായിരുന്നു. അവളെ തൊടാൻ പോലും വയ്യായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം 5 ദിവസം ഞങ്ങളെ അഡ്മിറ്റാക്കി. ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, എക്സ്റേ ചെയ്യണം, അങ്ങനെ ചെയ്യാവുന്ന എല്ലാ ടെസ്റ്റുകളും ചെയ്തു. അവളുടെ ലങ്സിൻ്റെ ഉള്ളിൽ വെള്ളം കയറി അവൾക്ക് ബ്രീത്ത് എടുക്കാനെല്ലാം ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ ഡോക്ടർ 5 ദിവസം അഡ്മിറ്റ് ചെയ്ത് 6-ാമത്തെ ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു OPയിലേക്ക് ഒന്ന് വരണം എന്ന് പറഞ്ഞു. ഞാൻ OP ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത്, ഈ മോള് കോമ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് ICU കെയർ വേണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾക്ക് മാറ്റാമെന്ന്. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഞാൻ നടത്തിക്കൊണ്ട് വന്ന കുഞ്ഞാണ്, എനിക്ക് കിടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് അവിടെ ആംബുലൻസ് എല്ലാം റെഡിയാക്കുന്ന സൗണ്ട് എല്ലാം എനിക്ക് കേൾക്കാമായിരുന്നു. എനിക്കതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അങ്ങനെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിലൊരു പള്ളിയുണ്ട്, ഒരു ചാപ്പലുണ്ട് ചെറുതാ. അവിടെ പോയി പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ച് വരുമ്പം ഇവൾ എഴുന്നേറ്റിരിക്കുന്നുണ്ട്. ഞാൻ പോകുമ്പോൾ ഇവൾ കണ്ണടച്ച് ഇവൾക്ക് സംസാരിക്കാനൊന്നും വയ്യാതെ ഇരിക്കുമായിരുന്നു. ഞാൻ വരുമ്പോൾ ഇവൾ എഴുന്നേറ്റിരിക്കുന്നു. പിന്നെ എൻ്റെ 2-3 ഫ്രണ്ട്സിനെ വിളിച്ച് പറഞ്ഞു, അവരും വന്നു. നോക്കുമ്പോൾ ഇവൾക്കൊന്നും ഒരു കുഴപ്പമില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഡിസ്ചാർജ് വാങ്ങാം എന്ന് പറഞ്ഞ് ഡോക്ടർ ഡിസ്ചാർജ് തരാൻ റെഡിയില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ ഡിസ്ചാർജ് ചോദിച്ച് വാങ്ങി ഞങ്ങൾ വീട്ടിൽ പോയി. ശനിയാഴ്ചയായിരുന്നു ഡിസ്ചാർജ് കിട്ടിയത്. ഞായറാഴ്ചയും കഴിഞ്ഞ് തിങ്കളാഴ്ച ഞാൻ ഇവളെ ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പുറകിൽ വന്ന ആരോ പറയുന്ന ഒരു അനുഭവം, എനിക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണം എന്ന്. അപ്പം ഞാൻ എൻ്റെ ബ്രദറിനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഡോക്ടറെ ഒന്ന് കാണിക്കാം, എന്താണെങ്കിലും ഇവൾ കാണാൻ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, പക്ഷെ ഉള്ളിൽ എന്താ പ്രശ്നം എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയപ്പം വേറൊരു ഡോക്ടറെയാണ് ഞങ്ങൾ കാണിക്കുന്നത്. ആദ്യം കാണിച്ച ഡോക്ടറെ കാണിച്ചില്ല. ഡോക്ടർ പറഞ്ഞു 4 മണിക്കൂറിനുള്ളിൽ എന്തെങ്കിലും നിങ്ങൾ ചെയ്യണം, കാരണം ലങ്സിൻ്റെ ഉള്ളിൽ വെള്ളം ഒരുപാട് കെട്ടിക്കിടക്കുകയാണ്, അത് നെഞ്ചിൻ്റെ സൈഡിൽ ഒരു ഹോൾ ഇട്ടിട്ട് ആ വെള്ളം എങ്ങനെയും വലിച്ചെടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്കത് കേട്ടപ്പോൾ ആകെ പേടിയായി. ഞങ്ങൾ പെട്ടെന്ന് നാട്ടിലേക്ക് കൊണ്ടുവന്നു. നാട്ടിൽ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്തിനാ കൊണ്ടുവന്നേന്ന്. ഇത്രയും വൈകിട്ട് നിങ്ങൾ എന്തിനാ കൊണ്ടുവന്നേന്ന് ചോദിച്ചു. പിന്നെ അവളെ അവിടെ അഡ്മിറ്റാക്കി. 1.5 മാസത്തോളം ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട വന്നു. ഈ 1.5 മാസത്തിൽ 3 പ്രാവശ്യം അവളെ ഡിസ്ചാർജ് ചെയ്തു. ഇവൾക്ക് കൊടുക്കുന്ന ഓരോ ആൻറ്റിബയോട്ടിക്സും ഇവൾക്ക് അലർജിയായി മാറുകയാണ്. പിന്നെ ഞങ്ങൾക്ക് പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അറിയാവുന്നവരെല്ലാം വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ബാംഗ്ലൂരുള്ള ഒരു ആശ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എനിക്കൊരു വാട്സപ്പിൽ ലിങ്ക് അയച്ചു തന്നു. ഞാനത് ഓപ്പൺ ചെയ്തപ്പോൾ കൃപാസനം എന്നാണ്, ഞാൻ അന്നാണ് ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത്. ഞാനത് ഓപ്പൺ ചെയ്തപ്പോൾ ഇവിടെ ലൈവ് ആരാധന നടക്കുന്ന സമയമായിരുന്നു. അച്ഛൻ ഇവിടെ ഇരുന്ന് പറയുന്നു, ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ളവർ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന്. ഞാനും എൻ്റെ ഹസ്ബൻഡും മോളും അവളുടെ നെഞ്ചത്ത് കൈവച്ച് ഞങ്ങൾ കരഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്നുള്ള ആ ഒരു വചനവും ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അവളത് കഴിഞ്ഞ് ശ്വാസം എടുക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും കാണിച്ചില്ല. പിന്നെ ഡോക്ടർ വന്ന് വേറൊരു ആൻറ്റിബയോട്ടിക് കൊടുത്തു. അത് അവൾക്കൊരു അലർജി ആയിട്ടും തോന്നിയില്ല. ഡോക്ടർ പിറ്റേ ദിവസം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഡിസ്ചാർജ് ആവും. അതിൻ്റെ തലേ ദിവസം ഞങ്ങളോട് പറഞ്ഞത് ഇനിയും 14 ദിവസം കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല എന്നാണ്. പക്ഷേ ഞങ്ങൾക്ക് പിറ്റേ ദിവസം ഡിസ്ചാർജ് കിട്ടി. മാർച്ച് 27-നാണ് ഞങ്ങൾ ഡിസ്ചാർജ് ആവുന്നത്. ഫെബ്രുവരി 9-ന് ഞങ്ങൾ അഡ്മിറ്റ് ആയതാണ്. മാർച്ച് 27-ന് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകും. പിറ്റേ ദിവസം ലോക്ക്ഡൗൺ ആവുകയും കോവിഡ് എന്ന മഹാമാരി ലോകത്ത് വരികയും ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് 15 ദിവസം കൂടുമ്പോൾ ഇവൾക്ക് ഡോക്ടർ ചെക്കപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും ഞങ്ങൾക്ക് സാധിച്ചില്ല. പിന്നെ ഞങ്ങൾ 8 മാസത്തോളം വയനാട്ടിൽ പെട്ടുപോയി. ഞങ്ങൾക്ക് ബാംഗ്ലൂരേക്ക് തിരിച്ചു പോകാൻ പറ്റാണ്ട് 8 മാസത്തിന് ശേഷം ഞങ്ങൾ ബാംഗ്ലൂർ പോയി. അന്ന് മുതൽ ഇന്ന് വരെ അവൾക്കൊരു ചെറിയ പനിയോ ജലദോഷമോ ഒന്നും വന്നിട്ടില്ല. അമ്മ മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ മൂത്ത മോളാണ് ഇവൾ, ആൻമരിയ എന്ന് വിളിക്കും. അവൾക്ക് കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുന്നേ ഒരു പനി വന്നു.
പനി എന്ന് പറഞ്ഞാൽ 104 ഡിഗ്രി പനിയാണ്. എപ്പോൾ തൊട്ട് നോക്കിയാലും പനി, വേറെ ഒരു സിംറ്റംസും അവൾക്കില്ല, പനി മാത്രമേ ഉള്ളൂ. ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോൾ ഡോക്ടർ പറയുന്നു പനി മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ ടെസ്റ്റുകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കണമെന്ന്. ഇനി നടത്താൻ ടെസ്റ്റുകളൊന്നുമില്ല, എല്ലാ ടെസ്റ്റും നോർമൽ റിപ്പോർട്ട്സാണ് വരുന്നത്. ലാസ്റ്റിൽ ഒരു ദിവസം ഞാൻ സ്കൂളിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പം ഒരു ടീച്ചർ വന്ന് എന്നോട് പറഞ്ഞു പ്രിൻസിപ്പൾ വിളിക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പം വീട്ടിൽ നിന്ന് കോള് വന്നു, നീ വേഗം വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ഇവള് സോഫയിൽ 2 ബ്ലാങ്കറ്റ്സ് പൊതിച്ചിട്ട് അവൾക്ക് തണുപ്പ് സഹിക്കാൻ വയ്യാതെ ഇങ്ങനെ ഇരുന്ന് വിറയ്ക്കുകയാണ്. പെട്ടെന്ന് ഞാൻ വണ്ടിയിലിരുത്തി ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് തന്നെ അഡ്മിറ്റ് ആക്കണം, അവൾക്ക് അനസ്തേഷ്യ കൊടുക്കണം, ബോൺ മാരോ ടെസ്റ്റ് ചെയ്യണം. കാരണം ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ WBC കൗണ്ട് കുറയുന്നുണ്ട്. 4000 മുതൽ 11,000 വരെയാണ് നോർമൽ കൗണ്ട്, അവൾക്ക് 1200 ഉള്ളൂ എന്ന് പറഞ്ഞു. മാതാവിൻ്റെ ഒരു ലോക്കറ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ, ഞാനത് തരാം നിനക്ക്, നീ അത് കുഞ്ഞിൻ്റെ കഴുത്തിൽ കൊണ്ടിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാനത് കൊണ്ടുവന്ന് അവളുടെ കഴുത്തിലിട്ട് കൊടുത്തു. ഒപ്പം തേനും ഉപ്പും അവൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ തേൻ എടുത്തിട്ട് അവളോട് പറഞ്ഞു നിനക്കിത് കാണാൻ തേനായിരിക്കും, പക്ഷേ ഇത് ജീസസിൻ്റെ ബ്ലഡായിട്ടാണ് നമ്മളിത് മനസ്സിൽ കാണേണ്ടത്. നിൻ്റെ ശരീരത്തേക്ക് ഇത് ചെല്ലുമ്പോൾ ഏത് കൗണ്ടാണോ നിനക്ക് കുറവുള്ളത് ആ കൗണ്ട് നിനക്ക് ഇമ്മീഡിയറ്റായിട്ട് കൂടും, നീ വിശ്വസിച്ചാൽ മാത്രം മതിയെന്ന് പറഞ്ഞ് ഞാൻ തേൻ അവളുടെ വായിൽ ഒഴിച്ചു കൊടുത്തു. പെട്ടെന്ന് അവൾ തളർന്ന് വീണു. ആദ്യം വീണപ്പോൾ ഒരു പേടിയൊക്കെ തോന്നി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം അവൾ എഴുന്നേറ്റു. 2 മാസമായിട്ട് എൻ്റെ മോൾ ഒരു ഭക്ഷണവും കഴിക്കില്ലായിരുന്നു. പെട്ടെന്ന് എണീറ്റ് എന്നോട് പറഞ്ഞു അമ്മ എനിക്ക് ചോറും ഒരു കറിയും വേണമെന്ന് പറഞ്ഞു. ഉണ്ടാക്കി കൊടുത്തു. ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ടെമ്പറേച്ചർ ചെക്ക് ചെയ്തപ്പം 104 ഡിഗ്രിന്ന് 2 മാസമായിട്ട് ഒരു ചേഞ്ചസും ഇല്ലാതിരുന്ന എൻ്റെ മോളുടെ ടെമ്പറേച്ചർ 99.4 വന്നു. അത് കഴിഞ്ഞ് വീണ്ടും 4 hours കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം 96.4 ആയി. പിന്നെ ഞങ്ങൾ നാട്ടിൽ കൊണ്ടുവന്ന് കൗണ്ട് ചെക്ക് ചെയ്തു. 5550 കൗണ്ടായി. ബാംഗ്ലൂരിൽ നിന്ന് ചെയ്തപ്പോൾ ഈ തേനും ഇതും കൊടുക്കുന്നതിന് മുന്നേ ചെയ്യുമ്പോൾ 1200 ആയിരുന്നു അവളുടെ കൗണ്ട്. അമ്മ മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഇനി ഒരു വലിയ സാക്ഷ്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് എങ്ങനെ വരണ്ടേന്നൊന്നും അറിയില്ല. അങ്ങനെ ട്രെയിൻ ബുക്ക് ചെയ്യാമെന്ന് ഓർത്ത് ഞങ്ങൾ ചെന്നപ്പം അവിടെ സൈബർ അവർ പറഞ്ഞു 2 മാസത്തേക്ക് ഈ വഴിക്ക് വരണ്ട, ടിക്കറ്റ്സ് ഇല്ല എന്ന് പറഞ്ഞു. 2 മണി മുതൽ 4 മണി വരെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു, ഒരു ടിക്കറ്റെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടി. ടിക്കറ്റ്സ് ഇല്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. അപ്പം ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മോൾ എന്നോട് പറഞ്ഞു മാതാവ് എന്തായാലും അത്ഭുതം പ്രവർത്തിക്കാതിരിക്കില്ല അമ്മേ, നമുക്ക് ടിക്കറ്റ് കിട്ടുന്നു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് ഇതും കൂടി അങ്ങ് സാക്ഷ്യപ്പെടുത്തിയേക്കാം എന്നങ്ങ് പറഞ്ഞു. ഞങ്ങൾ വീട്ടിലെത്തി 8 മണിയായപ്പോൾ അവർ വിളിച്ചു, ബാംഗ്ലൂർ ടു ആലപ്പി 4 ടിക്കറ്റ് ക്യാൻസലായിട്ടുണ്ട്, പക്ഷേ റിട്ടേൺ ടിക്കറ്റ് ഇല്ലയെന്ന്. ഞങ്ങൾക്ക് റിട്ടേൺ ടിക്കറ്റ് ഇല്ലാതെ ഞങ്ങൾക്ക് പറ്റുകയില്ല, ഞങ്ങൾക്ക് ആകെ 2 ദിവസത്തെ ലീവേ ഉള്ളൂ. ശരി, ഏതായാലും ഒരു അരമണിക്കൂറുടെ വെയിറ്റ് ചെയ്യാം, മാതാവ് അത്ഭുതം പ്രവർത്തിക്കുന്നു പറഞ്ഞ് ഞങ്ങളവിടെ ഇരുന്നു. കറക്റ്റ് അരമണിക്കൂർ കഴിഞ്ഞപ്പം അവർ വിളിച്ചു പറഞ്ഞു ബാംഗ്ലൂർ ടു ആലപ്പി 4 ടിക്കറ്റ് ക്യാൻസലായിട്ടുണ്ട്, ആലപ്പി ടു ബാംഗ്ലൂർ 4 ടിക്കറ്റ് ക്യാൻസലായിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാമെന്ന്. ഞങ്ങൾ ബുക്ക് ചെയ്തു. ഇന്നലെ 5 മണിക്ക് അവിടെ നിന്ന് കയറി, രാവിലെ 5:30 ഇവിടെ എത്തി. ഇനി തിരിച്ച് ഞങ്ങൾക്ക് വൈകുന്നേരത്തെ ട്രെയിനിന് പോകണം. അതിന് മുന്നേ അമ്മയോട് ഒരുപാട് നന്ദി പറയണം എന്ന് വിചാരിച്ചാണ് ഞങ്ങളിവിടെ വന്നത്. 1000 നന്ദി അമ്മയ്ക്കും തിരുക്കുമാരനും ഞങ്ങൾ സമർപ്പിക്കുന്നു.